നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിക്കും UAEക്കും വീണ്ടും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം സൗദി അറേബ്യയും UAEയുമായുള്ള ആയുധ കരാർ മരവിപ്പിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമുള്ള ആയുധ വിൽപ്പന നിർത്തിവെക്കാനുള്ള തീരുമാനവുമായി ഇറ്റലിയും രംഗത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ 18 മാസത്തോളം താൽക്കാലികമായി മരവിപ്പിച്ച ശേഷമാണ് 2016 ഒപ്പുവെച്ച ആയുധ കരാർ എന്നേക്കുമായി ഉപേക്ഷിക്കാൻ ഇറ്റലി തീരുമാനിച്ചത്. കാരണം യമനിലെ യുദ്ധമെന്നാണ് പറയപ്പെടുന്നത്. സൗദിയുടെയും UAEയുടെയും നേതൃത്വത്തിൽ യമനിൽ നടക്കുന്ന യുദ്ധവും രക്തച്ചൊരിച്ചിലുമാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ള ആയുധ വിൽപ്പന അവസാനിപ്പിക്കാൻ ഇറ്റലിയെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. മാത്രമല്ല, സൗദി അറേബ്യയിലേക്കും UAEയിലേക്കും മിസൈലുകളും എയർക്രാഫ്റ്റ് ബോംബുകളും കയറ്റയക്കാനുള്ള അധികാരം സർക്കാർ പിൻവലിച്ചതായി പ്രഖ്യാപിക്കുകയാണെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ലൂയിഗി ഡി മായോ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഞങ്ങളുടെ രാജ്യം നൽകുന്ന സമാധാനത്തിന്റെ വ്യക്തമായ സന്ദേശമാണിത്. മനുഷ്യാവകാശങ്ങളോടുള്ള ആദരവ് നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയിൽ യമൻ യുദ്ധത്തിലെ പങ്കാളിത്തമാണ് ആയുധ വിൽപ്പന അവസാനിപ്പിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും 2019 ജൂലൈയിൽ വ്യാപാരം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കാരണമായി അതായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇരു രാജ്യങ്ങളുമായുള്ള ആയുധ കരാറിൽ നിന്ന് പിന്മാറാൻ ഇറ്റലി തീരുമാനമെടുത്തതോടെ 40 കോടി യൂറോയുടെ ആയുധ വിൽപ്പനയാണ് ഇല്ലാതായത്. മിസൈലുകളും ബോംബുകളും ഉൾപ്പെടെ 12,700 ആയുധങ്ങൾ ഇരു രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാനായിരുന്നു 2016 മാറ്റിയോ റെൻസിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കരാറുകളിൽ ഒപ്പുവെച്ചത്. പുതിയ തീരുമാനത്തോടെ ഇറ്റലിയിൽ നിർമ്മിച്ച ആയുധങ്ങൾ സാധാരണക്കാർക്കെതിരെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനായതായി ഇതിനായി സമ്മർദ്ദം ചെലുത്തിയ പീസ് ആൻഡ് ഡിസാർമെന്റ് നെറ്റ്വർക്ക് അഭിപ്രായപ്പെടുകയും ചെയ്തു. എന്നാൽ ഇറ്റലിയുടെ പുതു തീരുമാനത്തോട് ഇരു രാജ്യങ്ങളും ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഇറ്റലിയിൽ നിന്നുള്ള ആയുധ ഇറക്കുമതിയുടെ കാര്യത്തിൽ 10ഉം 11ഉം സ്ഥാനങ്ങളിലാണ് സൗദിയും UAEയും നിലകൊള്ളുന്നത്. 2019 കണക്കുകൾ പ്രകാരം 105 മില്യൺ യൂറോയുടെ ആയുധങ്ങളാണ് സൗദി ഇറ്റലിയിൽ നിന്നും വാങ്ങിയത്. UAE ആവട്ടെ 80 മില്യൺ യൂറോയുടെ ആയുധങ്ങളും വാങ്ങിയിരുന്നു. സൗദിയുമായും UAEയുമായും അമേരിക്കയിലെ ട്രംപ് സർക്കാർ ഒപ്പുവെച്ച ആയുധ കരാറുകൾ താൽക്കാലികമായി മരവിപ്പിക്കാൻ പുതിയ ജോ ബൈഡൻ ഭരണകൂടം തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് ആയുധ വിൽപ്പന പൂർണ്ണമായും നിർത്തിവെക്കാനുള്ള ഇറ്റലിയുടെ തീരുമാനം. അങ്ങനെ യമൻ പ്രതിസന്ധിയിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള പങ്കിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പുതിയ US ഭരണകൂടത്തിന്റെ തീരുമാനം. ഇരു രാജ്യങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വിമർശനമുയർന്ന സാഹചര്യത്തിൽ അമേരിക്കൻ കോൺഗ്രസ് ആയുധ കരാറിനെ എതിർത്തിരുന്നുവെങ്കിലും പ്രസിഡന്റ് ട്രംപ് തന്റെ വീറ്റോ അധികാരം ഉപയോഗിച്ച് കരാർ നടപ്പിലാക്കുകയായിരുന്നു. ബൈഡൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് തൊട്ടുമുമ്പായിരുന്നു ആയുധ കരാറിൽ ഒപ്പുവെച്ചത് പോലും. എന്നാൽ അതാണ് ഇപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.